ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് നിംഷ. എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്നല്ലേ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാറ്. റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഐഡിയൽ പൊട്ടറ്റോ എന്ന് പറയുന്നത് റെസറ്റ് അഥവാ ഐഡഹോ ആണ്. അതെല്ലാവർക്കും ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കില്ല. ഞാനിവിടെ സാധാരണ പൊട്ടറ്റോ വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടിയും അതുപോലെ തന്നെ മയണൈസിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോസ് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല വലിയ പൊട്ടറ്റോസ് ആണെങ്കിൽ നല്ലതാണ്, നമുക്ക് നല്ല ലോങ് പീസസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഈ 2 സൈഡൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. അതിനുശേഷം ഈ ഭാഗം കട്ട് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതൊരു മീഡിയം തിക്നെസ്സോട് കൂടിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പൊട്ടറ്റോയിൽ നല്ല സ്റ്റാർച്ച് ഉണ്ട്. വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിനൊരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇത് ഒരുപാട് വെന്ത് പോകരുത്, പകുതി മാത്രം കുക്കായാൽ മതി. ഓരോ പൊട്ടറ്റോസിനും അനുസരിച്ച് ഇതിൻ്റെ കുക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നല്ല ഏകദേശം ഒരു 3-4 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇതൊരുപാട് വെന്ത് പോകരുത്, പകുതി മാത്രം കുക്കായാൽ മതി. ഇതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം നമുക്ക്. ഇത് ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലുള്ളൊരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ചൂടാറണം. അതോടൊപ്പം എക്സസ് ആയിട്ടുള്ള വെള്ളം പോകണം. വെള്ളം പോകാൻ വേണ്ടിയിട്ട് കിച്ചൺ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയൊരു പാത്രത്തിൽ കൂട്ടിയിടാൻ പാടില്ല. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാട് കുക്കായി പോകും. ഒരുപാട് കുക്കാവാൻ പാടില്ല. ഇതുപോലുള്ള പരന്ന പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കൂടെ വെള്ളം പോവുകയും ചെയ്യും, അതോടൊപ്പം നന്നായി ചൂടാറുകയും ചെയ്യും. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കണം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഈ പീസസിന് ആവശ്യത്തിനുള്ള ഉപ്പ്. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ഉപ്പ് കൂടിപ്പോയാലും തീരെ കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അവസാനം ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താലും മതി. ഇതിനി നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഞാനിതൊരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നല്ല ഫേമായിട്ട് വരാൻ ഏകദേശം 1.5-2 മണിക്കൂർ എടുക്കും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ പൊട്ടറ്റോ പീസസ് നല്ല ഫേമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ബാക്ക് സൈഡിലേക്ക് മാറി നിന്നിട്ട് ഇട്ട് കൊടുക്കണം. എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. ഈ പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഐറ്റം അല്ലേ. പാനിൽ ഓയിൽ ഒഴിക്കുമ്പോൾ ഈ പൊട്ടറ്റോ പീസസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിക്കണം. ചെറിയ പാനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ വലിയ പാൻ എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയതുകൊണ്ടാണ്. ഒരു ബാച്ചും കൂടി ഫ്രൈ ചെയ്യാനുള്ളതുണ്ട്. ചെറുതായിട്ട് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാണ്ട്. ഇപ്പം ഞാൻ കോരി മാറ്റിയാണ്, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഇനി അടുത്ത ബാച്ച് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കാം. കുറച്ച് സമയം ഫ്രീസറിൽ വെക്കണമെന്നേ ഉള്ളൂ. നമ്മളിത് ഓൾറെഡി പകുതി വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ, അത് കാരണം വേഗം ഫ്രൈ ആയി വരും. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കണ അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആവും. കണ്ടില്ലേ, ഇത് നല്ല കളറായിട്ടുണ്ട്. ഇത് റെഡി ഉണ്ട്. ഞാനിത് കോരി എടുക്കാൻ പോവാം.
എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് കോരി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ഇത് അബ്സോർബ് ചെയ്യും. ഇതാ ഇപ്പോൾ കോരി എടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ, നല്ല ശബ്ദം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിലധികം ഓയിലൊന്നും അബ്സോർബ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്ക് ചെയ്തെടുത്തില്ലേ വെള്ളത്തിലിട്ട്, ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നു. കണ്ടില്ലേ, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തേക്കാവും. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അല്ലേ ഇത്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.